ചേർത്തിട്ടുള്ള റെസിപ്പിയിൽ വളരെ പോപ്പുലറായിട്ടുള്ളതും വളരെ യുണീക്കായിട്ടുള്ളതുമായിട്ടുള്ള റെസിപ്പിയാണ് ഫിഷ് തിക്ക മസാല. നല്ല വലിയ മീൻ കിട്ടുമ്പം ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയും കൂടിയാണ് ഫിഷ് തിക്ക മസാല. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനി ഞാൻ തയ്യാറാക്കി കാണിക്കുന്ന റെസിപ്പി ഫിഷ് തിക്ക മസാല. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. അപ്പോൾ നമുക്ക് ഈ ഫിഷ് തിക്ക മസാല എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ 1000 പല്ലി ഫിഷാണിത്. ഇതിന് സോൾ 1000 എന്ന് പറയും. ഒരേ സൈസിലൊക്കെ ഞാനിത് വൃത്തിയായിട്ട് കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ആദ്യം ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇത് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ചെറിയ ജീരകം, ഗരം മസാല, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീരൊഴിക്കണം. വളരെ നല്ലൊരു റെസിപ്പിയാണ്. നല്ല മീൻ കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ മീനെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചാൽ മതി. ഒരുപാട് വെള്ളം നമ്മൾ മസാലയ്ക്കകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ മീനെലപ്പം മസാല ഈവനായിട്ട് പിടിച്ചിരിക്കത്തില്ല. നമുക്കിത് അടച്ച് വയ്ക്കാം. ഒരു 15-20 മിനിറ്റ് ഇരിക്കട്ടെ. ആ സമയത്തേക്ക് നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കണം. നമുക്ക് 2 സവാള ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അതുപോലെ തന്നെ നമുക്ക് 2 തക്കാളിക്കായി ഇതുപോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ തക്കാളിയും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു 10-15 കാഷ്യൂനട്ടും കൂടെ ഒരു ചെറിയ ചൂടുവെള്ളത്തിനകത്ത് ഒഴിച്ച് വെച്ചേക്കണം. നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കണം ഒടുവിൽ ചേർക്കാനായിട്ട്. ഇനി നമുക്ക് അതിനുള്ളൊരു മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, ഉണങ്ങിയ ഉലുവയിലയാണ് ഇട്ടത്. ഞെരടി അല്ലെങ്കിൽ നല്ല ക്രഷാക്കി വേണം അതിടാൻ, എങ്കിൽ അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ വരത്തുള്ളൂ. പിന്നീട് ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഉപ്പ്. ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് ഇത് മസാലയാക്കി വെക്കണം. നേരത്തെ എല്ലാം സെറ്റാക്കി വെക്കുകയാണെങ്കിൽ അന്നേരം അടുപ്പയിൽ ഇതൊക്കെ കിടക്കുമ്പോൾ നമ്മൾ എടുക്കാനൊക്കെ പോകുമ്പോഴത്തേനും അത് കരിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ബേസ് കട്ടിയുള്ളൊരു പാൻ വയ്ക്കാം. പാത്രം ചൂടായി വരുന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ഫിഷൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ചെയ്യാൻ പറ്റും. അതുപോലെ എക്സ്ട്രാ മസാല വരുന്നത് കളയരുത്, നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കണം. നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഒരു സൈഡ് 4-5 മിനിറ്റ് വരെ അത് തിരിച്ചിടണം. ഈ 2 സൈഡും ഒന്ന് നമുക്കിങ്ങനെ വറുത്തെടുക്കാം. മസാല അതിനകത്ത് വയ്ക്കാതെ ആ മസാലയോടും കൂടെ നമുക്കിങ്ങനെ മാറ്റി എടുക്കാം. ഇതേ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഉള്ളി അരച്ച് വെച്ചാണ് ആദ്യം ഒഴിക്കുന്നത്. ഈ എണ്ണ തെളിഞ്ഞ് വരുമ്പം കലക്കി വെച്ച ഗ്രേവി ഉണ്ടല്ലോ അതും പിന്നെ മീനിൻ്റെ ആ ബാക്കിയുള്ള മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്നിച്ച് നമുക്കിതിനകത്തേക്ക് ഇടാം. ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയ ഉപ്പ് നമുക്കിപ്പോൾ ഇടാം. ഈ മസാല ഇങ്ങനെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഒഴിക്കാം. ഇതിനിയും തക്കാളിക്കകത്തെ വെള്ളമെല്ലാം നല്ലപോലെ ഒന്ന് പറ്റണം, അല്ലെങ്കിൽ തക്കാളി വഴലണം എന്നർത്ഥം. ഇതിപ്പം വെള്ളമൊക്കെ പറ്റിയിട്ട് തക്കാളി നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. കാഷ്യൂനട്ടിൻ്റെ നമ്മളെ പേസ്റ്റും കൂടെ ചെറു ലൂസായിട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഗ്രേവിക്കായിട്ടൊരു അല്പം ചൂടുവെള്ളം കൂടെ ഞാൻ ഒഴിക്കുകയാണ്. വഴന്ന് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇങ്ങനെ ഇച്ചിരി ഒന്ന് ഗ്രേവി ആക്കിയതിന് ശേഷം മീനങ്ങിടാം. വളരെ കെയർഫുള്ളായിട്ട് ഇളക്കണം, ശ്രദ്ധിച്ച്. അപ്പോൾ ഞാൻ അടച്ചു വയ്ക്കാം. അതെ, ഇപ്പോൾ ഇത് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. മല്ലിയില ഒന്ന് അരിഞ്ഞിട്ടതും ഒരു 2 പച്ചമുളക് ഇത് സ്ലിറ്റ് ചെയ്തിട്ടതും. ഇത് കഴിയുമ്പോഴത്തേനും നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നത്തേന് വെച്ചാൽ മറന്നു പോകും. അതുകൊണ്ടാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് കമൻസ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നല്ല തിക്കായിട്ടുള്ള മസാലയും കൊണ്ടുള്ള നമ്മുടെ ഫിഷ് തിക്ക മസാല റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന്. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.